ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. എണിച്ച് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങുന്നത് മുറ്റത്തോട്ടാണ് കേട്ടോ. അല്ല കഴിയുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ അടിച്ചു വരാനായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇത് അടിച്ചു വരിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ ഒരു മടിയായിരിക്കും. അല്ല ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ കുളിക്കാൻ പോണ സമയത്താട്ടോ മുറ്റം അടിച്ചു വരി നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് കയറും. പക്ഷെ ഇപ്പം അതിന് പറ്റൂല. ഇപ്പം എന്തായാലും ഫസ്റ്റ് നമുക്ക് മുറ്റം അടിച്ചിട്ടേ ബാക്കിയല്ല എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് അടിച്ചു വാരി പകുതി ആയപ്പോഴത്തേക്കും നമ്മുടെ സ്വത്ത് എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എണിക്കുന്നതിന്റെ മുന്നേ അടിച്ചു വാരി തീർക്കണം, അതാണ് മെയിൻ ടാസ്ക്. അപ്പം എണിച്ചാൽ പിന്നെ നമ്മൾ ഒരു പണി ചെയ്യാനും വിടൂല. ഇന്ന് ബ്രദർ ഇൻ ലോക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവനെ എടുത്ത് കുളിപ്പിച്ചിട്ട് ഞാൻ അവൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്നറിയില്ല, രാവിലെ എണിച്ചാൽ ഒരുപാട് മടക്കി വെക്കാനും ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ ബെഡ്റൂമിൽ. എങ്ങനെ ഇല്ലാണ്ടിരിക്കുക. കണ്ടില്ല, സുബൈക്ക് നിസ്കരിച്ച നിസ്കാരപ്പായി വരെ ഞാൻ ആ ബെഡിലിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കണ്ടന്റാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഹോം ടൂറൊക്കെ കാണുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് കൊതിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടം കൂടെ ഞാൻ നോക്കണ്ടേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ അതിനനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഓയിൽ പരിചയപ്പെടുത്തി തരാം. ഏർലിയുടെ ഹെയർ ഓയിലും ഷാമ്പൂ ആണ് കേട്ടോ ഞാനിപ്പോൾ കറണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. തലയിലെ താരം പോകാനും അതുപോലെ തന്നെ പേൻ പോകാനും ചളി പോകാനും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഒരു സംഭവം. നമുക്കൊരു ഹോംലി ഫീൽ തോന്നും. കാരണം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാച്ചൂലേ, ആ ഒരു മണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് തേച്ചതിന് ശേഷം നമ്മുടെ ഇവരുടേതായിട്ടുള്ള ഒരു ഷാമ്പൂ ഉണ്ട്, അതും കൂടി തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ റാഹത്തായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനിവിടെ ഇന്നലത്തെ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോഴും നമ്മുടെ ക്ലീനിങ് അവിടെ കിടക്കുകയാണ് കേട്ടോ. ക്ലീനിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യാൻ. അങ്ങനെ ഹാളും കൂടെ ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അവന് ഭക്ഷണം കൊടുക്കാനാണ് എനിക്ക് കുറേ ടൈം എടുക്കുക കേട്ടോ. അവൻ അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കൂല. അവന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഭക്ഷണം കുറുക്കാണ്. പക്ഷേ ഈ ടൈമിൽ അവർക്ക് കുറുക്കാണ് കഴിക്കേണ്ടത്. പക്ഷെ അവന് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണമാണ് കേട്ടോ കുറുക്ക്. അങ്ങനെ അവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തുടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. തുടച്ച് വന്നതും ഞാനും അവനും പോയി കുളിച്ചിട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ടാറ്റാ.